CMRL MD ശശിധരൻ കർത്തയെ ED വിടാതെ പിടികൂടുമെന്നാണ് മനസ്സിലാകുന്നത്. നിലവിൽ മാസപ്പടി കേസിൽ ഉൾപ്പെടെ CMRL പ്രതിസ്ഥാനത്താണ്. അതിൽ ED അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ശശിധരൻ കർത്ത, വീണ വിജയൻ ഉൾപ്പെടെ ഉള്ളവർക്ക് ED ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് അയച്ചിരിക്കുകയാണ്. എന്നാൽ വീണ വിജയൻ നാളെ ഹാജരാകാനില്ലെന്ന് ED അറിയിച്ചു. അത് അന്വേഷണ ഏജൻസി അംഗീകരിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ശശിധരൻ കർത്തയ്ക്കെതിരെ മറ്റൊരു ആരോപണം കൂടി ഉയർന്നിരിക്കുകയാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കണ്ട മണ്ഡലം തൃശൂർ ജില്ലയിലെ മണലൂരാണ്. CPMലെ C രവീന്ദ്രനാഥും കോൺഗ്രസിലെ TN പ്രതാപനും ഏറ്റുമുട്ടിയ മണ്ഡലം. ശക്തമായ പോരാട്ടമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. വോട്ടെണ്ണൽ ദിനത്തിൽ ഏറ്റവും അവസാനം വരെ ലീഡ് നില മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് C രവീന്ദ്രനാഥ് പ്രതാപനെ പരാജയപ്പെടുത്തിയത്. ഈ തോൽവി പ്രതാപനും കോൺഗ്രസിനും കനത്ത തിരിച്ചടിയായി. കാരണം മണലൂരിൽ ഇത്തവണ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരുന്നു. വളരെ മുമ്പ് തന്നെ പ്രതാപൻ മണ്ഡലത്തിൽ പ്രവർത്തനം തുടങ്ങുകയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ നേരിയ ഭൂരിപക്ഷത്തിന് മണ്ഡലം നഷ്ടപ്പെട്ടത് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഈ തോൽവിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. CMRL MD ശശിധരൻ കർത്തയ്ക്കെതിരെയാണ് പരാതി. മണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ കർത്ത ഇടപെട്ടെന്നാണ് KPCC സെക്രട്ടറി CC ശ്രീകുമാർ നൽകിയ പരാതിയിൽ പറയുന്നത്. ശശിധരൻ കർത്തയ്ക്കെതിരെ അന്വേഷണം നടത്തണമെന്ന പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ശശിധരൻ കർത്തയ്ക്ക് മണലൂർ മണ്ഡലത്തിൽ മാത്രം എന്ത് കാര്യം എന്ന സംശയം തോന്നിയേക്കാം. കാരണമുണ്ട്. കർത്തയുടെ ഭാര്യ സഹോദരനാണ് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച CPM നേതാവ് C രവീന്ദ്രനാഥ്. അളിയന് വേണ്ടി വോട്ടർമാരെ പണം കൊടുത്ത് കർത്ത സ്വാധീനിച്ചെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശശിധരൻ കർത്ത ഇടപെട്ടു. വിവിധ സാമുദായിക സംഘടനാ കേന്ദ്രങ്ങളിൽ സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചു. RSS പോലുള്ള സംഘടനയുടെ നേതൃത്വത്തിന്റെ നിലപാടിൽ മാറ്റം വരുത്താൻ ഇടപെട്ടു എന്നിങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് CC ശ്രീകുമാർ ഉയർത്തുന്നത്. അതായത് മണലൂരിലെ LDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു പിന്നിൽ ശശിധരൻ കർത്തയുടെ സാമ്പത്തിക സ്വാധീനവും ഇടപെടലും ഉണ്ടായിട്ടുണ്ടെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ED ഡയറക്ടർക്ക് ഔദ്യോഗികമായി പരാതി കൈമാറിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു C രവീന്ദ്രനാഥ്. അദ്ദേഹവുമായുള്ള ബന്ധം പിണറായി സർക്കാരിൽ നിന്ന് അനധികൃതമായ സഹായങ്ങൾ ശശിധരൻ കർത്തയ്ക്ക് ലഭിക്കുന്നതിന് സഹായകമായിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണമുണ്ടായിരുന്നു. ഇനി ഈ വിഷയത്തിൽ ED ഇടപെടുമോ എന്നതാണ് അറിയാനുള്ളത്.